വയനാട് ദുരന്തത്തിലകപ്പെട്ട മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ നാൾ മുതൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി മലപ്പുറത്തെ ഡിവൈഎഫ്ഐക്ക് കീഴിലുള്ള യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ശ്രദ്ധയാകർഷിക്കുകയാണ്. കിലോമീറ്ററുകൾ താണ്ടി വനമേഖലയിലൂടെ നടത്തിയ തെരച്ചിലിലൂടെ കണ്ടെത്തിയതാകട്ടെ 70ഓളം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിന്റെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് ചെയ്യുന്ന രക്ഷാപ്രവർത്തനങ്ങൾ മാനവികതയുടെ ഉദാത്ത മാതൃകയാണ്. റിപ്പോർട്ട്. ദുരന്ത സമയത്ത് സഹാനുഭൂതിയും കരുണയും നിറയും. രാഷ്ട്രീയം മറന്ന കുന്നോളം സ്നേഹവുമായി ഓരോ മലയാളിയും രക്ഷാപ്രവർത്തനത്തിനിറങ്ങും. വയനാട് ദുരന്തത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ മാതൃകയായി മാറിക്കഴിഞ്ഞു. മലവെള്ളം സംഹാരതാണ്ഡവമാടിയ മണ്ണിനടിയിൽ പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്ത പരന്നതോടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വളണ്ടിയർമാർ തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. ശക്തമായ ഒഴുക്കിൽ ഫൈബർ വള്ളങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് ഇവർ ഉദ്യോഗസ്ഥർക്കൊപ്പം ചാലിയാർപ്പുഴ കടന്നിരുന്നത്. പുലർച്ചെ 6:30 മണിയോടെ സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെയുള്ള ഭാഗങ്ങളിലേക്ക് കാൽനടയായി 3 മണിക്കൂറോളം നീണ്ട യാത്ര. വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തണം. ഇല്ലെങ്കിൽ കാടിനകത്ത് അകപ്പെടും. ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ച് പോലീസ്, വനം വകുപ്പ്, തണ്ടർബോൾട്ട്, അഗ്നിശമന സേന തുടങ്ങിയവർക്കൊപ്പമാണ് യാത്ര. പുഴയുടെ തീരങ്ങളിലൂടെയും ചാലിയാറിൽ കൂടിയും നടന്ന സംശയമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തി മുഴുവനായോ ഭാഗികമായോ ഉള്ള മൃതദേഹങ്ങൾ ശേഖരിച്ച് തുണികളിലും പ്ലാസ്റ്റിക്കുകളിലും വെച്ചാണ് തീരത്തേക്ക് എത്തിച്ചിരുന്നത്. കിലോമീറ്ററുകൾക്കപ്പുറം താണ്ടി 70ഓളം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് യുവജന കരങ്ങളിലൂടെ കരയ്ക്കെത്തിയത്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിന്റെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ ഓളപ്പരപ്പുകളിലും തീരത്തോടും ചേർന്നും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതിനോടകം 200-ലധികം മൃതശരീര ഭാഗങ്ങളും മൃതദേഹങ്ങളുമാണ് ഈ ചാലിയാറിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. അതിൽ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മാത്രം 87ഓളം മൃതദേഹങ്ങളും ശരീര ഭാഗങ്ങളുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. 700-ലധികം പ്രവർത്തകർ കഴിഞ്ഞ 8 ദിവസമായി ഈ ചാലിയാർ തിരച്ചിലിന്റെ ഭാഗമായി നേരിട്ടും അതോടൊപ്പം 400-ലധികം ചെറുപ്പക്കാർ ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെയുള്ള ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ച് ഇതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായി രംഗത്തുണ്ട്. ഇതിനകത്ത് ഡിവൈഎഫ്ഐ കാണുന്നത് ഒരൊറ്റ കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളുടെ ശേഷിക്കുന്ന മൃതശരീര ഭാഗങ്ങളോട്, മൃതദേഹത്തോട് നമുക്ക് കാണിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ കരുണ, ആദരവാണ് ഇങ്ങനെ ഒരു തിരച്ചിലിന്റെ ഭാഗമായി നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ദുർഘടമായ മലഞ്ചെരുവിലെ പാറക്കെട്ടിൽ കുടുങ്ങിയ മൃതദേഹങ്ങളും വളണ്ടിയർമാർ കണ്ടെത്തിയാണ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നത്. ശേഷം മുണ്ടേരിയിലെ ആംബുലൻസിലേക്ക് കയറ്റി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കും. ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നുമായി ഇതുവരെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവർ 700ഓളം പേരാണ്. ദുരന്തം പെയ്ത് കണ്ണീരണിഞ്ഞ ചാലിയാറിന്റെ തീരങ്ങളിൽ കരളുറപ്പുള്ള കേരളത്തിന്റെ സ്നേഹവും കരുതലും നന്മയുമായി നീലപ്പട്ടാളം നിറഞ്ഞു നിൽക്കുകയാണ്. മലബാർ ടൈംസ്, നിലമ്പൂർ.